Hi dears, it's me MS from MS Solutions and Karthika from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. ഓക്കെ സോ ഗൈസ്, എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് MS പ്രഡിക്ഷൻ ലൈവ് അല്ല, ഒരു റെക്കോർഡ് വീഡിയോ ആയിട്ടാണ്. പൊതുവെ നമ്മളിങ്ങനെ പബ്ലിക് എക്സാം ഓരോന്നിൻ്റെയും പബ്ലിക് ലൈവ് പ്രഡിക്ഷൻ ലൈവ് കഴിഞ്ഞാൽ ഉടനെ ഒരു കോണ്ടന്റ് വീഡിയോ പോലെ പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ്സേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മിസ്സേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കഥകൾ അതിമോഹനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കർണസുഖം ഞാൻ പറകയില്ലൊരാടും എന്ന വാക്യം ഉപയോഗിച്ചുകൊണ്ട് കർണൻ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്, അതായത് കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന വാക്ക് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. സോ SSLC പബ്ലിക് എക്സാം 2026 ഈ ചോദ്യം ചോദിച്ചിരിക്കും, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ഓക്കെ, അതിൻ്റെ ആൻസറോടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ PDF അവൈലബിൾ ആവും, ഡോൺ വെറി കേട്ടോ. ഓക്കെ, അടുത്തത് ഇനി PDF ഇവിടെ സിമ്പിളായിട്ട് കിട്ടാനുള്ള നേക്കും ഞാൻ പറഞ്ഞുതരാം. നിരവലംബം കുടുംബവും മിനി തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? സോ ഹംസം ഒരു കഥാപാത്ര നിരൂപണമായി ചോദിക്കാതെ ഇതുപോലെ വരികൾ തന്നുകൊണ്ട് ഹംസവുമായി ബന്ധപ്പെട്ട ഒരു 2-3 വാക്യത്തിൽ എഴുതാനുള്ള ചോദ്യം നിങ്ങൾക്ക് SSLC പബ്ലിക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. സോ SSLC ഇങ്ങനെ എഴുതിയാൽ വൃത്തിയിട്ട് മിസ്സേ. SSLC പബ്ലിക് എക്സാം 2026 നിരവലംബം കുടുംബവും ഇനി എന്ന വരി കാണാനുള്ള സാധ്യത ഏറെയാണ്. ആൻസറോടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ, നിങ്ങൾ സ്നേഹമേ വിഹിതം നമയാ ദ്രോഹം ഇത് പൊഴുതരമകരവഹം ഗുണനിധേ വിളിക്കുന്നു. വരികളും പാഠസന്ദർഭവും അതല്ല ഇത് മറ്റേ സിനിമയിലല്ലോ ലാസ്റ്റ് ദ്രോണ. അതുപോലെ നിങ്ങൾ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹ മിതു പൊഴു തമര ഗഗവര ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. സോ നോട്ട് ദ പോയിന്റ്. നിങ്ങളുടെ SSLC പബ്ലിക് എക്സാം 2026 മാർക്ക് ചെയ്തു വെച്ചോ, നോട്ട് ചെയ്തു വെച്ചോ. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുന്നതെങ്കിൽ അതിൽ 2 ചാൻസേ ഉള്ളൂ. 1 കർണനാണ്, 2 നളനാണ്. സാർ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സാധ്യത? ദാറ്റ് ഈസ് കർണൻ. കർണനെ കുറിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ കഥാപാത്ര നിരൂപണം ഇന്നത്തെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാനിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോളി. അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ട്. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയും. കാരണം അതാ, ഗുണവും അനവധി ദോഷമായതു ഈ വരി നിങ്ങൾ ഇന്നത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. നോട്ട് ദ പോയിന്റ്. ഓക്കെ, അടുത്തത് ഇതെന്താ പിന്നെ വരുന്നത്? അതിന്റെ ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ല, ഇത് അടുത്ത ചോദ്യമാണ്. ആണല്ലേ? ഹംസത്തിന്റെ അയ്യോ ഗുണവും അനവധി ദോഷമായതു സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ഹംസത്തിന്റെ ഈ നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ SSLC പബ്ലിക് എക്സാം 2026 ഈ വരി നിങ്ങൾ കാണും. എഴുതി വെച്ചോ, നാളത്തെ പരീക്ഷാ പേപ്പറിൽ ഗുണവും അനവധി ദോഷമായത് എന്ന വരി നിങ്ങൾ കണ്ടിരിക്കും. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ, മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. ഈ ഒരു ചോദ്യം ഏത് ചാപ്റ്റർ മിസ്സേ? ഇത് നമ്മുടെ പ്രകാശ് രാജിന്റെ ചാപ്റ്റർ ആണ്. അപ്പൊ പ്രകാശ് രാജ് എഴുതിയിട്ടുള്ള മകളുമായിട്ട് പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആ ഒരു ചാപ്റ്റർ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? പച്ചക്കറി വാങ്ങാൻ പോയ സമയത്ത് റെയിൻ ഗോയവേ എന്ന് പറഞ്ഞു പഠിക്കുന്ന കുട്ടികൾക്ക് തൻ്റെ മാതൃഭാഷ പറയാൻ കഴിയുന്നില്ല. ചേച്ചിയെ നോക്കിയിട്ട് പൊട്ടാറ്റോ, ടൊമാറ്റോ, ആൻഡ്രിയാസ്ക ഫ്രം അമേരിക്ക എന്നൊക്കെ പറയുന്ന രീതികളിലേക്ക് കുട്ടികൾ വളരപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതൃഭാഷയെക്കുറിച്ചാണ്. സോ നിർബന്ധമായിട്ടും ഒരു നമ്മുടെ 3 മാർക്കിൻ്റെ സെക്ഷനിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചേക്കാം. എന്താണ് അദ്ദേഹത്തിൻ്റെ കോപം? എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ? ഓക്കെ, മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ലിറ്റർ വെള്ളം പകരുക എന്നല്ലേ? ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവ്വം സമർത്ഥിക്കാൻ പറയുന്നുണ്ട്. എഴുതി വെച്ചോ, നിങ്ങൾ നാളത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വരി കണ്ടിരിക്കും. റെയിൻ ഗോ എവേ. ഓക്കെ, അടുത്തത് മിസ് ചെയ്ത് വായിച്ചോളി.
ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. ആര് പറഞ്ഞിട്ടുള്ളതാണ്? പ്രകാശ് രാജ് അല്ലെ. Yes. അപ്പൊ മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗവും മാതൃഭാഷയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനവും വിമർശനാത്മകമായി വിലയിരുത്തി മാതൃഭാഷ നമ്മുടെ വേര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നോട്ട് ദ പോയിന്റ്. ഇത് 50-50% ചാൻസ് ആണ്. കാര്യം മോഡൽ എക്സാമിന് ഓൾറെഡി മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് 7 മാർക്കിന് ചോദിച്ചത് കൊണ്ട് ഇനിയുള്ള 3 സെറ്റുകളിൽ ഈ മാതൃഭാഷ ചോദിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാനിത് 50-50 ചാൻസ് ആണ് പറയുന്നത്. വരാം, വരാതിരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അപ്പൊ 7 മാർക്കിന്റെ ചോദ്യം ഏതായിരിക്കും എന്നുള്ളത് അല്ലേ? അടിയന്തിരമാ അടിയന്തിരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണമെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. ഈ വരി നിങ്ങൾ നേരത്തെ നമ്മൾ മന്ദിന്നില്ല, അതായിരിക്കും മന്ദിക്കണം. മാധ്യമ പ്രവർത്തകനായ വെങ്കടേഷ് അയ്യങ്കാരെ ഈ നിലപാടിലേക്ക്, ഇതെന്താ നിലയും പാടൊക്കെ നല്ല സ്പേസാണ്, നിലപാടിലേക്ക് ഒരു സ്പേസുകൾ തട്ടിയാലോ, എത്തിച്ച സാഹചര്യം എന്തായിരുന്നു കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എടാ കുറിപ്പൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആട്ടോ. ഇപ്പൊ 3 മാർക്കിനും 4 മാർക്കിനും കുറിപ്പും സാധനങ്ങളൊന്നും ചോദിക്കാറില്ല. മറ്റേ എന്താ പറയുക, വിശകലനം ചെയ്യുക, സ്വാഭിപ്രായം തയ്യാറാക്കുക, ആമുഖ പ്രഭാഷണം, ആമുഖ പ്രസംഗം സമർത്ഥിക്കുക, 4 മാർക്ക് എഴുതൂലേ. ഓക്കെ, സോ അടിയന്തിരമാം ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. ഇത് മോഡൽ എക്സാമിന് കണ്ടതുകൊണ്ട് 50-50 ചാൻസ് മിസ്. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യമുണ്ട്. സോ ഇതൊരു 50-50 ചാൻസ് ആണ്. അതുകൊണ്ട് അപ്പോൾ ഈ സാറേ നിങ്ങൾ എന്താണ് ഇവിടെ വെച്ചത്? എടാ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസ് മാർക്ക് ഒളിഞ്ഞു കിടക്കുന്നത് ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പബ്ലിക് എക്സാമിന് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വരി തന്നുകൊണ്ട് വേറെ രീതിയിലേക്ക് ചോദിക്കുക, കുറിപ്പിന് പകരം വേറെന്തോ ആക്കുക. പക്ഷേ എന്തായിരിക്കും സന്ദർഭം, ചിലപ്പോൾ സന്ദർഭങ്ങളോട് സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ഒന്ന് നീട്ടി വരിക്കാനൊക്കെ പറയും. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വ്യക്തമാക്കുക. നിങ്ങളോട് 3 ശീർഷകങ്ങളാണ് ഔചിത്യം വ്യക്തമാക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ശീർഷകമായിരിക്കും അല്ലേ? ഹംസത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആ ഒരു തലക്കെട്ട് എത്രത്തോളം ഇതിന് ചേരുന്നുണ്ട്. രണ്ടാമത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് മിസ്സേ അന്നന്നത്തെ മോക്ഷം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയൊരു ഔചിത്യമുണ്ട്, മണ്ണും മനുഷ്യനും. മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടും എത്രത്തോളം അതിൻ്റെ ഔചിത്യം വ്യക്തമാക്കാനൊക്കെ നിങ്ങളോട് ചോദിച്ചേക്കാം. സോ ഏറ്റവും ചാൻസ് ഉള്ളത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളും പിന്നെ നമ്മുടെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഓക്കെ, അന്നത്തെ മോക്ഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്നുകിൽ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ശീർഷകം എത്രത്തോളം ചേരുന്നുണ്ട്, അതല്ലെങ്കിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഓക്കെ, സോ മെഗാ ഓഫർ മൈ എം എസ് സൊല്യൂഷൻസ്. എങ്ങോട്ടത്? ആരാണി രാജാത്തി ഇതെടുത്തോക്കണോ നോട്ട്? ഓക്കെ, എന്തൊരു ഓക്കെ. അടുത്തത് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കണ്ടെത്തലുകൾ കുറിപ്പാക്കുക. എഴുതി വെച്ചോ. SSLC പബ്ലിക് എക്സാം 2026 എത്ര മാർക്കാ വിസേ? 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം മേ ബി ആരെ കുറിച്ചായിരിക്കും? അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളെ കുറിച്ചായിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 7 മാർക്കിന് സെക്ഷൻ ആൻസർ ക്യൂഡ് ഉണ്ട്. ഇനി അടുത്തത്, എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പായി എഴുതുന്ന ഒരു കുറിപ്പ് ഞാൻ വെറുതെ വെച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം ആ പഴയ പുതിയ ഈ ഒരു അർത്ഥം വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പഴയതിനോട് നിങ്ങൾ ചേരുന്നുണ്ട്. കാര്യം ഈ വർഷത്തെ SSLC മലയാളം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നത് പഴയതായിരുന്നു രുചിയെന്നും പുതിയത് കേവലം ഒരു എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ ഇല്ലേ മരുന്ന്, അതായത് എടാ ഫ്രൂട്ട് ഇടാതെ മാങ്ങ ഉപയോഗിക്കാതെ മാങ്ങന്റെ ജ്യൂസ് അതിന് എന്താ പറയുന്നത്? എസെൻസ് എന്താ? അല്ല, അതായത് മാങ്ങയും പാലും ചേർത്ത് ജ്യൂസ് അടിച്ചാൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും മിസ്സേ? പക്ഷെ അതേ മാങ്ങന്റെ സ്ഥാനത്ത് പാലിലേക്ക് എസെൻസ് ഒഴിച്ച് ജ്യൂസ് അടിച്ചാലോ ഒരു മണം ഉണ്ടാവും. അതായത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്, അത്ര തന്നെ അല്ലേ? പിന്നെ നമ്മൾ പണ്ട് പോലെ ഇങ്ങനെ കൊച്ചിക്കോഴ എന്നൊക്കെ പറയാം, കേട്ടിട്ടുണ്ടോ? അല്ലെ, കയ്യിലിട്ട് പുഴുങ്ങല്ല. സാറിന്റെ അത്ര പ്രായമില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് പണ്ട് ഞാൻ പോയില്ല. നെക്സ്റ്റ് ഇത് ഞാൻ ഒന്നും പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ മിസ്സിന്റെ നരച്ച മുടി നിങ്ങൾ കാണാത്തത് കൊണ്ടും മിസ്സിന്റെ കറുത്ത മുടി മാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നതുകൊണ്ടുമാണ്. ഓക്കെ, പിന്നെ വലിയ ആൾക്കാരോട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ
നമ്മൾ പ്രായമില്ലാത്തവരധികം എന്ത് ചെയ്യരുത്, സംസാരിക്കരുത് എന്നതുകൂടിയുണ്ട് മിസ്. ഞാൻ അതുകൂടി ഇവിടെ ഇവിടെ നിന്നിട്ട് റബി സാർ എന്നെ ഓക്കെ. അടുത്തത്, എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല, പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം, ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ? കഥാസന്ദർഭങ്ങൾക്ക് വർത്തമാനകാല ജീവിതാവസ്ഥകളുമായുള്ള ബന്ധം കണ്ടെത്തി വിശദീകരിക്കുക. എഴുതി വെച്ചോ, ഈ ചോദ്യം നിങ്ങൾ നാളത്തെ SSLC പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. ഉത്തരം കൊടുത്തിട്ടുണ്ട്. യെസ്, അല്ല അതേ പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യം. ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെ ആയിരുന്നു. എനിക്ക് തൃപ്തിയായി. ഇനി അടുത്ത ആള് പറയുന്ന കാര്യമാണ്, വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി, വേണ്ടേ വേണ്ട എന്നുള്ളത്. അപ്പോൾ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങളാണ് ഇവിടെ ഈ വരികളിൽ പ്രകടമാവുന്നത്. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത്ര ചാൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ രണ്ടും ഒരേ അർത്ഥം തന്നെ വരുന്ന സാധനമല്ലേ മിസ്സേ? അതായത് എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. അതായത് കഥാസന്ദർഭങ്ങൾക്ക് വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി ബന്ധം കണ്ടെത്തി വിശദീകരിക്കുക. സോ ഇവിടെ രണ്ട് തലമുറകളെയാണ് കാണിക്കുന്നത്. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളാണ്, പക്ഷെ രണ്ട് കഥാപാത്രങ്ങളുടെ ടേസ്റ്റ്, ഒരാൾ പുതിയ കാലഘട്ടത്തെയും ഒരാൾ പഴയ കാലഘട്ടത്തിൻ്റെ ടേസ്റ്റിനെയും ഒരു ആസ്വദിക്കുകയാണ്. സോ ആ ഒരു താരതമ്യം നിങ്ങൾക്ക് എന്തായാലും പരീക്ഷ പേപ്പറിൽ ചോദിച്ചിരിക്കും. അടുത്തത് പിടിച്ചോ മക്കളെ, ഒരു സംശയവും വേണ്ട, ഇത് കണ്ടാൽ തന്നെ തോന്നും ഇതൊരു പരീക്ഷൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, പുതിയ കാലത്തിൻ്റെ സൂചനകളാണല്ലോ ഈ വരികളിൽ വിശകലനം ചെയ്യുക. മണ്ണും മലങ്കരയിലുള്ള സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തിലിരുന്നപ്പോൾ കണ്ട പ്രകൃതി രമണീയമായ നെൽപ്പാടത്തിൻ്റെ ദൃശ്യം കവി ഫോണിലെ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോണ്ടായ ആ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വരി നിങ്ങൾ കാണും, ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്. ഈ വരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നാളത്തെ SSLC പബ്ലിക് എക്സാം 2026 ചോദിച്ചിരിക്കും. ഓക്കെ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം ഓൾറെഡി MS പ്രഡിക്റ്റ് ചെയ്തതാണ്. എഴുതി വെച്ചോ, വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ SSLC പബ്ലിക് എക്സാം 2026 ചോദിച്ചിരിക്കും. അടുത്തത്, വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. ആരും കാണാത്തത് ആദ്യം കണ്ടവൾ, ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ, ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ. പെൺകുട്ടി അല്ലെ, ആ ഒരു കഥയിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഇവിടെ തെളിയുന്നത്? അവളുടെ കാഴ്ചപ്പാടിന്റെ സമകാലിക പ്രസക്തി വിശദമാക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയില്ലല്ലോ, നിങ്ങൾ വെച്ചതാ? അല്ലല്ല, വെള്ളത്തിലേക്ക്. വെള്ളത്തിലേക്ക്. ഓക്കെ ഓക്കെ, പെൺകുട്ടിനെ കുറിച്ചായിരുന്നു അല്ലേ? ഞാൻ ഈ വരിയായിരുന്നു ആദ്യം കണ്ടത്. അതായത് വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. ഇതാണ്, ആരും കാണാത്തത് ആദ്യം കണ്ടവൾ, ആരും ഉത്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉത്കണ്ഠപ്പെടുന്നവൾ, ആരും വേദനിക്കാത്തതിനെ ചൊല്ലി ഏറെ വ്യസനിക്കുന്നവൾ. അപ്പോൾ ഇവൾ ആരാണ്? ആ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. മാത്രമല്ല മറ്റ് കാഴ്ചപ്പാടുകളും സമകാലിക പ്രസക്തിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരും കേട്ടോ. എന്താ ഈ സമകാലികം? ഇപ്പോൾ ഉള്ളത് കേട്ടോ. ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ടെക്സ്റ്റ് ബുക്കുള്ളൊരു ചോദ്യമാണ്. വരാം വരാതിരിക്കാം, ഇതേട്ടത് അങ്ങനെ ഇല്ലേ? അത് ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു എന്നതിലൂടെ കവിയത്രി അനുഭവിക്കുന്ന ആശയക്കുഴപ്പമെന്ത്? ഈ വരി കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ടല്ലോ, അതുകൊണ്ട് വെച്ചിരുന്നല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ അല്ലെ 2 മാർക്കല്ല 3 മാർക്കിൻ്റെ ഭാഗത്തൊക്കെ വരി വന്നേക്കാം. അടുത്തത്, ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രന്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക എന്നാണ്. 3 മാർക്കിന്റെ സെക്ഷനിൽ നരേന്ദ്രന്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാകുന്ന കാരണങ്ങളുമായി ബന്ധപ്പെട്ട് 3 മാർക്കിന്റെ സെക്ഷനിൽ ഒരു ചോദ്യം ഉണ്ടാകും കേട്ടോ. നരേന്ദ്രന്റെ പൊള്ളുന്ന മനസ്സിന്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റ് വീശിയോ? ഈ വാക്യം നൽകുന്ന വൈകാരികമായ സൂചന എന്ത്? 3 മാർക്കിന് ചോദിച്ചേക്കാം. ഓക്കെ, യെസ്. ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം വരുമോ മിസ്സേ? വരാതിരിക്കാന്നല്ലേ? ഇത് മേ ബി എക്സാമിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് കേട്ടോ, ദേശവും എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നാൽ
ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതാ. തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലതപ്പ തുപ്പി കുതിക്കൊള്ളുന്നു ശാസ്ത്രം, അല്ലേ? ഇന്ന് കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിന്റെ പ്രാധാന്യമല്ലേ വരികളിൽ ഉള്ളത്? ചർച്ച ചെയ്യുക. വരികൾ കണ്ടുവെച്ചോ. ഈ വരിയും കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ പറിച്ചു കൊണ്ടിട്ടതാട്ടോ. അതുകൊണ്ട് വരാതിരിക്കാൻ തൻ കടിഞ്ഞാണും കൊണ്ടു എന്ന വരി കണ്ടാൽ നിങ്ങൾ MS ഓർക്കണം. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവേ നര, നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അനർത്ഥമാവാൻ പോകുന്നു. നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്ത്? കമ്പ്യൂട്ടർ ആരംഭിക്കുന്ന പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. അതായത് കമ്പ്യൂട്ടറും നരേഷും തമ്മിലൊരു ബന്ധമുണ്ട്, അല്ലേ? അതെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ആ കഥ അറിയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗം അറിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പരീക്ഷകൾ കുതി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക കേട്ടോ. വേറെ രീതിയിലായിരിക്കും അതെ, സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചേക്കാം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് കർണനാണെങ്കിൽ നമ്മുടെ പാർട്ട് 2ലേക്ക് അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് മിസ്സേ? കമ്പ്യൂട്ടറിൻ്റെ മാനുഷിക ഭാവത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം നാളത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണെങ്കിൽ കർണനും അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുന്ന യൂണിറ്റിലാണെങ്കിൽ അതെ അവസാനല്ലേ? യെസ്, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ രസം ഉണ്ടാവുമല്ലോ. ഇതാ മക്കളെ പിടിച്ചോ. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നാണെങ്കിൽ കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം. ഇനി അതല്ല, 5ാമത്തെ യൂണിറ്റിൽ നിന്നാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും. യെസ്, കഴിഞ്ഞോ? ഇനി നമ്മുടെ ഇതുവരെ ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് വളരെ കുറഞ്ഞ ഒരു 8ഓളം ചോദ്യങ്ങളാണ്. 8ഒന്നുമില്ല, 7ഓളം ചോദ്യങ്ങളാണ്. ആരെക്കുറിച്ചാണ്? നമ്മുടെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ SSCRTയുടെ, ഇങ്ങനെ ടോട്ടൽ 6 സെറ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയ ചോദ്യങ്ങൾ മാത്രം എടുത്തിട്ട് അതും പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ ചോദ്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? അങ്ങനല്ല, ഉനക്ക് എന്നെ വേണം തമ്പി. യെസ്, റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ വരികളാണ്. മുകളിൽ നൽകിയ സന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത റെസിഡന്റ് എഡിറ്ററിലെ ആക്ഷേപഹാസ്യത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. സവിശേഷതകൾ കണ്ടെത്തി തുപ്പി തയ്യാറാക്കി. ആയിക്കോട്ടെ. എടാ, ഇത് ഞാനിവിടെ വെക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണോ? എഴുതി വെച്ചോ. നാളത്തെ SSLC പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വരി നിങ്ങൾ കണ്ടിരിക്കും. ഇനി അഥവാ കണ്ടില്ലെങ്കിൽ അത് എക്സാമിന് നിങ്ങൾ കണ്ടിരിക്കും. എന്ത് പറയൂ? രവി പറഞ്ഞു, സാർ ആരും ചാകാത്ത കഥ, ഖസാക്കിൻ്റെ ഇതിഹാസം. ഒരു കഥ കേൾക്കാമോ? നൂർ മുഹമ്മദ് ചോദിച്ചു. വെള്ളത്തിലേക്ക് ചാഞ്ഞ മിഴികളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി. പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. നൽകിയിട്ടുള്ള സൂചനകളും നിങ്ങളുടെ കഥ അനുഭവങ്ങളും അടിസ്ഥാനമാക്കി കഥയുടെ സ്വാധീനം ജീവിതത്തിൽ എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. SSCRTയിൽ വളരെ യുണീക്കായി ചോദിച്ച ചോദ്യമാണ്. കാരണം തന്നിരിക്കുന്ന വരികൾ ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ഖസാക്കിൻ്റെ ഇതിഹാസവും നൂർ മുഹമ്മദിൻ്റെയും പെൺകുട്ടിയുടെയും ആ ഒരു വെള്ളത്തിൽ തെളിയാതിരിക്കുക, അങ്ങനെ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ 2 കഥകളോ കവിതകളോമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ ചെയ്യാൻ പറയുക ഒരു നിങ്ങളുടെ ഒരു വിശകലനം അല്ലെങ്കിൽ കുറിപ്പ് തന്നെ നിങ്ങൾ വിശദീകരിച്ച് എഴുതുന്ന രീതിയിലുള്ള ഒരു ചോദ്യം എന്തായാലും വരും. ഇത് ഞാനിവിടെ കൊടുക്കാനുള്ള കാരണം നല്ലൊരു ക്വസ്റ്റ്യനാണ്, വരാൻ സാധ്യതയും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. അതെ, എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയുന്നില്ല. പല നിറങ്ങളിലുമുള്ള ടൈലുകൾ മാത്രം. ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. മണ്ണും മനുഷ്യനും. പ്രകൃതി സൗഹൃദപരമല്ലാത്ത ഇടപെടലുകൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. സൂചനകളും പ്രസ്താവനയും കഥയും വിശകലനം ചെയ്ത് മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. എഴുതി വെച്ചോ. 2 പ്രഭാഷണങ്ങളാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, മനുഷ്യനും പ്രകൃതിയും എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണ്ണും മനുഷ്യനും, അല്ലേ? മനുഷ്യൻ പ്രകൃതി അല്ലെങ്കിൽ മണ്ണ് മനുഷ്യൻ എന്ന തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഒരു
പ്രഭാഷണമായിരിക്കും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നാളത്തെ SSLC പബ്ലിക് എക്സാമിന് ചോദിക്കാനിരിക്കുന്നത്. അതല്ല എങ്കിൽ നവമാധ്യമങ്ങളെക്കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ മാതൃഭാഷയെ കുറിച്ചല്ലേ, മാതൃഭാഷ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇനി മാതൃഭാഷ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ അത് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? 5 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് മാറ്റിയിരിക്കും. മാതൃഭാഷയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാഷ നല്ല ഭാഷ, എൻ്റെ മാതൃഭാഷ, അല്ലെ നമ്മുടെ ഇയാൾ പറയുന്ന പ്രകാശ് രാജിൻ്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തേക്കാം, മാതൃഭാഷയെ ഒരല്പം കൂടി മികവുറ്റാക്കുന്ന ചോദ്യം 5 മാർക്കിൻ്റെ സെക്ഷനിൽ എഴുതി വെച്ചോ. മാതൃഭാഷൻ്റെ ഒരു ചോദ്യമല്ല, 2 ചോദ്യങ്ങൾ കാണും. കാര്യം മാതൃഭാഷ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സാറേ ഈ പിക്ചറൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, SSCRTയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വെക്കാനുള്ള റീസൺ എന്താ ഇപ്പോൾ പറയാൻ? അതിന് മുമ്പ് ചോദ്യം വായിക്കി. നമുക്കിവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, ബത്തേരിക്കടുത്ത മലങ്കരയിൽ കാർട്ടൂണിലും കാവ്യഭാഗത്തും തെളിയുന്ന സാമൂഹ്യ വിമർശനത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കും. അപ്പൊ കാർട്ടൂണിൽ കൊടുത്തിരിക്കുന്ന എന്താ, അളിയ നീ UK പോയി മഞ്ഞ് വാരി കളിക്കുന്ന സ്റ്റാറ്റസ് കണ്ടു, എനിക്കും UK വരണം, നീ എന്ത് പഠിച്ചിട്ടാണ് അവിടെ എത്തിയത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ, AI പഠിച്ചിട്ട് അത് പഠിച്ചാൽ അവിടെ ജോലി കിട്ടുമെന്ന് അറിയില്ല. UK കാനഡയിലോ നിൽക്കുന്ന സ്റ്റാറ്റസ് ഇടാൻ പറ്റും. ഒരു മനസ്സുഖം. ഇപ്പോൾ വീണ്ടും നോക്കിക്കോ, ഇപ്പോൾ ഞാൻ അനേകരാണ്, ഈ മലങ്കര 7 വൻകരയുമാണ്, ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. ഈ വരി നിങ്ങൾ കണ്ടോ? SSLC പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വരി നിങ്ങൾ കണ്ടിരിക്കും. കാരണം എന്താ, മോഡൽ എക്സാം കണ്ടില്ല? ഇല്ലല്ലോ, ഇല്ലാന്നാണ്ട് ഓർമ്മ. ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് കണ്ടില്ല. പ്രധാനപ്പെട്ട ചോദ്യം. അതെ, അതുകൊണ്ട് എത്രയും ഒരു 5 മാർക്കിൻ്റെ സെക്ഷനിൽ ഈ ചോദ്യം അങ്ങോട്ട് പ്രതീക്ഷിച്ചോ. അപ്പോൾ നിങ്ങൾ സാറേ 3 മാർക്കല്ലേ? ചാൻസ് ഉണ്ട്, അല്ല 3 മാർക്കില്ല 5 മാർക്ക്, അത് ഉറപ്പാ. ഏത്? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ കേട്ടോ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശൻ പറയുന്നത് എന്താണെന്നറിയോ? ഈ വരികളിലെയും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന കാവ്യഭാഗത്തെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമ്മുടെ ഹംസത്തിൻ്റെ ചിറകുകൾ ഉപയോഗിച്ചുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, സ്വാതന്ത്ര്യ ചിറകുകൾ. ഇനി ഒന്നുകൂടെ നോക്കി, സ്വാതന്ത്ര്യം തന്നെ അമൃതം, അതാണ് ഏറ്റവും നല്ല അമൃത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് സന്തോഷത്തേക്കാൾ ഭയാനകമാണ് എന്ന് വളരെ കൃത്യമായി കാണിച്ചു തരുന്ന കുമാരനാശാൻ്റെ വരികൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളും കൂടി പരാമർശിക്കപ്പെട്ടുകൊണ്ട് ആശയതലം വ്യക്തമാക്കി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം SSCRTയുടെ സെറ്റിലുള്ള ചോദ്യമാണ്. സോ ഇത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നല്ലൊരു ചോദ്യമാണ്. കണ്ടോ മക്കളെ, ഈ ചോദ്യം ചോദിച്ചിരിക്കും. അടുത്തത് നെൽസൺ മണ്ടേലയും പ്രകാശ് രാജും പറഞ്ഞ 2 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഭാഷ എൻ്റെ അഭിമാനം എന്നുപയോഗിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ഇവിടെ പ്രഭാഷണമല്ല ചാൻസ് ഉള്ളത്, കാര്യം അത് മോഡലിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു 4 മാർക്കിൻ്റെ ഉപന്യാസത്തിലേക്ക്, അല്ലേ, 4 മാർക്കിൻ്റെ ഉപന്യാസത്തിലേക്ക്, അല്ലെ 4 മാർക്കിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഹെഡിങ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് എഴുതിക്കോ, കിട്ടും, മാർക്ക് സെറ്റാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രഡിക്ഷൻ PDF-ലെ ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ സംശയം, മിസ്സേ എങ്ങനെയാണ് ഇവർക്ക് ഈ PDF ലഭിക്കുക? എടാ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചൊരു വാട്സപ്പ് ചാനലുണ്ട്. ആ വാട്സപ്പ് ചാനലിൽ ഇതിൻ്റെ ഡ്രൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വേറെ എങ്ങോട്ടും നിങ്ങൾ പോകണ്ട, MS-ൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് വരിക, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്തോ പ്രശ്നമുണ്ടോ? ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്കെന്തോ പ്രശ്നമുണ്ടോ? ഇല്ല, നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. സോ ദേ പോയി വന്നു കൂടുതൽ ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറേ ആയി മാറിയതാട്ടോ. PDF-ലാകെ 15 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിൽ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങൾ വളരെ കൃത്യമായി പഠിച്ചു വെച്ചോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ് നിങ്ങളുടെ 6 സെറ്റിൽ നിന്ന് ഞങ്ങൾ 10 ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 10 ചോദ്യങ്ങൾ കൂടി എത്ര മാർക്കാണ് മിസ്സേ? 28 മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിടിച്ചു വെച്ചോ. മൊത്തം ഈ PDF മൊത്തം പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ സെക്ഷൻ ഒഴികെ ബാക്കിയൊക്കെ ക്ലിയർ ആവും. കാര്യം 4 മാർക്കായി നമുക്കുള്ളതല്ല. ഏത് 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് നമുക്കിപ്പോൾ ഞങ്ങളുടെ നീല ഗ്രാമർ ഉപയോഗിച്ചില്ല കേട്ടോ. ഓക്കെ, പൊട്ടനും വരിയും, പൊട്ടൻ്റെ വരി, അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ അല്ലേ? നമ്മളെ ഇതില്ല എന്തേനും ഓക്കെ. അപ്പോൾ നമ്മുടെ മോർണിംഗ് ലൈവിലേക്ക് ക്ഷണിച്ചങ്ങൾ. അതെ, അപ്പോൾ മക്കളെ സമയം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മോർണിംഗ് ലൈവ് 5 മണിയുടെ ലൈവിലേക്ക് കയറി വരും കേട്ടോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഇതിന് ആൻസർ കീ ഡിസ്കസ് ചെയ്ത് കൊടുക്കണം മിസ്സേ. ഓക്കെ, വീണ്ടും കാണാം. മിസ് ഫ്രം MS സൊല്യൂഷൻസ് ആൻഡ് കാർത്തിക ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. ബൈ.